സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കാരുണ്യവാനായ യേശുവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്താം. ഇതാ പ്രപഞ്ച സൃഷ്ടാവ്, ലോകരക്ഷകൻ, നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചവൻ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. അവനെ നമുക്ക് നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എങ്കിലും വിശ്വാസത്തിൻ്റെ നേത്രങ്ങൾ തുറന്നാൽ അവനെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തോടെ നമുക്ക് നോക്കാം. സർവശക്തനായ യേശുവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്താം.
ഈ വിശുദ്ധ കുർബാനയിൽ വലിയൊരു അത്ഭുതം നാം കാണുന്നു. പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിയിൽ ഭാഗമായ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ എഴുന്നള്ളി വന്നിരിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് നോക്കാം. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കവനെ നോക്കാം. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ യേശുവിനെ നമുക്ക് നോക്കാം. അവനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കാം. ഇന്ന് അനന്തമായ സ്നേഹത്തോടും അപാരമായ കരുണയോടും കൂടി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഇത് സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്. കാരുണ്യത്തിൻ്റെ വലിയ ഉദാഹരണമാണ്. ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മെ തേടി ദൈവം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. ഈ ലോകത്തിൽ പലരും ദൈവദർശനത്തിന് വേണ്ടി ദിവസങ്ങളോളം ഉപവാസമെടുക്കുന്നു, കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നു, മണിക്കൂറുകൾ വരിയിൽ നിൽക്കുന്നു ദൈവത്തെ ഒന്ന് കാണാൻ, ദൈവത്തിൻ്റെ ദർശനം ലഭിക്കാൻ, ആ അനുഗ്രഹം ഒന്ന് നേടിയെടുക്കാൻ അവർ എത്രയോ കഷ്ടപ്പെടുന്നു, എത്രയോ വേദനിക്കുന്നു, എത്രയോ തീക്ഷ്ണമായി കാത്തിരിക്കുന്നു. ഇവിടെ ഇതാ മനുഷ്യരെ തേടുന്ന ദൈവം, മനുഷ്യരോട് കൂടെയായിരിക്കാൻ മനുഷ്യനായി അവതരിച്ച കരുണാമയനായ ദൈവം ഇതാ ഞാൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു, ഇതാ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സ്വരത്തിനായി കാത്തു നിൽക്കുന്ന നല്ല തമ്പുരാൻ, ആ യേശുവിനെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. അവന് നമുക്ക് സ്വാഗതം പറയാം. നമ്മുടെ ഇടയിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും യേശുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്താം. യേശുവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ അവനെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് നന്ദി പറയാം, അവനെ സ്തുതിക്കാം, ആരാധിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവനെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി വരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ സ്വർഗത്തെ ഉപേക്ഷിച്ചിറങ്ങി വന്നവനെ കർത്താവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം. നമ്മെ അറിയുന്നവൻ, നമ്മെ വിശദീകരിക്കുന്നവൻ, നമ്മെ ഓരോരുത്തരെയും കാണുന്നവൻ ഇതാ നമ്മുടെ മുമ്പിൽ. അവനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, അവനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കാം. ശ്രീയേശുനാഥൻ സ്നേഹമല്ലേ, സ്നേഹമേ സ്നേഹമേ ആരാധന. ശ്രീയേശുനാഥൻ ജീവനല്ലേ, ജീവന്റെ ജീവനേ ആരാധന. ശ്രീയേശുനാഥൻ
രക്ഷയല്ലേ രക്ഷകാ രക്ഷകാ ആരാധന ശ്രീ യേശുനാഥൻ സത്യമല്ലേ സത്യമേ സത്യമേ ആരാധന 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 ശ്രീ യേശുനാഥൻ ദീപമല്ലേ ദീപമേ ദീപമേ ആരാധന ശ്രീ യേശുനാഥൻ മാർഗമല്ലേ മാർഗമേ മാർഗമേ ആരാധന ശ്രീ യേശുനാഥൻ സൗഖ്യമല്ലേ സൗഖ്യമേ സൗഖ്യമേ ആരാധന ശ്രീ യേശുനാഥൻ ഭോജ്യമല്ലേ സ്വർഗീയ ഭോജ്യമേ ആരാധന ഓ ആരാധന 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 ശ്രീ യേശുനാഥൻ ക്രൂശിതനല്ലേ ക്രൂശിതാ ക്രൂശിതാ ആരാധന ശ്രീ യേശുനാഥൻ സ്നേഹിതനല്ലേ സ്നേഹിതാ സ്നേഹിതാ ആരാധന ശ്രീ യേശുനാഥൻ വചനമല്ലേ വചനമേ വചനമേ ആരാധന ശ്രീ യേശുനാഥൻ പുണ്യമല്ലേ പുണ്യമേ പുണ്യമേ ആരാധന ഓ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അവിടുത്തെ കണ്ണുകൾക്ക് എല്ലാം സ്പഷ്ടമാണ്, നാം ഒന്നും തന്നെ അവിടുത്തെ കണ്ണുകളിൽ നിന്നും മറച്ചു വയ്ക്കുക സാധ്യമല്ല. നാം അവൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തിരുവോസ്തയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു നമ്മെ വ്യക്തമായും കാണുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ആശങ്കകളെയും ആകുലതകളെയും ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും അവൻ അറിയുന്നു. അവൻ്റെ കണ്ണുകൾക്ക് ഒന്നും തന്നെ അവ്യക്തമല്ല. ആ കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് താഴ്മയോടുകൂടെ ആയിരിക്കാം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന് ജെറമിയ പ്രവാചകനോട് പറഞ്ഞ കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ. നമ്മെ അറിയുന്നവൻ, നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ, നമ്മെ അയക്കുന്നവൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവൻ എന്ന് പറഞ്ഞ യേശു ഇതാ
നമ്മെ നോക്കി നമ്മോടും കൽപ്പിക്കുന്നു, ദാനമായി നിങ്ങൾക്ക് ഞാൻ നൽകി, ദാനമായി നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവിൻ. എത്രയോ അനുഗ്രഹങ്ങളാണ് നാം അവനിൽ നിന്നും നേടിയെടുത്തിട്ടുള്ളത്. എത്രയോ പ്രാവശ്യമാണ് അവൻ നമ്മെ സംരക്ഷിച്ചിട്ടുള്ളത്. അറിഞ്ഞും അറിയാതെയും എത്രയോ തവണയാണ് നാം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. എത്രയോ രോഗങ്ങളിൽ നിന്നാണ് നമുക്ക് വിടുതൽ ലഭിച്ചിട്ടുള്ളത്. ആ കാരുണ്യവാനായ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നു, ദാനമായി നിങ്ങൾക്ക് ലഭിച്ചതെല്ലാം ദാനമായി തന്നെ നിങ്ങൾ നൽകുവിൻ. ദാനമായി ലഭിച്ച ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഓർക്കാം. അവൻ നൽകിയ ഓരോ ദാനത്തെയും കുറിച്ച് ഓർത്ത് അവന് നന്ദി പറയാം, അവനെ ആരാധിക്കാം, അവനെ സ്തുതിക്കാം. ആ ദാനങ്ങളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് ഒരുങ്ങാം. നമ്മെ പൂർണ്ണമായും അറിയുന്നവൻ, നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ നമ്മുടെ കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ. നമുക്കൊരു നിമിഷം കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് നാം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും നമുക്ക് ഓർക്കാം. അവരുടെ ആവശ്യങ്ങളെയും അവരുടെ വേദനകളെയും അവരുടെ രോഗങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എളിമയോടെ കർത്താവിന് മുമ്പിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം. വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാനമായി ലഭിച്ചതെല്ലാം ദാനമായി നൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ കൽപ്പന അനുസരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ കുറിച്ചും അവന്റെ വചനത്തെ കുറിച്ചും സാക്ഷ്യം നൽകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗങ്ങളെ സമർപ്പിച്ച്, കുടുംബങ്ങളെ സമർപ്പിച്ച്, വേദനകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ അനുഗ്രഹ കടാക്ഷം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ കർത്താവേ. അങ്ങനെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഇവിടെയുള്ള ഓരോ മകനെയും ഓരോ മകളെയും തൊട്ട് സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. നിങ്ങളുടെ കരുണയായിരിക്കണമേ കർത്താവേ. നിങ്ങളുടെ കരുണയായിരിക്കണമേ. ദാവീദിന്റെ കുമാരനായ യേശുവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ യേശുവേ. നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം
പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നല്ലീരുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. യേശു നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നല്ലീരുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. കൃപയാലെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ കരങ്ങളുയർത്തുന്ന നമുക്ക് കർത്താവിനെ സ്തുതിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ധകാര ശക്തികളെ തകർക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗത്തിന്റെയും പാപത്തിന്റെയും ശക്തികളെ തകർക്കുന്ന പുതിയ ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപാകടാക്ഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയുടെ സിംഹാസനത്തിൽ ആസീനനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം.
താഴ്മയോടും ഭക്തിയോടും കൂടി തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലടച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലടച്ചു കുമ്പിടുന്നു. നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി നമ്മോടൊപ്പമായിരിക്കാൻ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്നേഹപൂർവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. ഒരു നോക്കു കാണുവാനായി യെറീക്കോ നഗരവീതിയിലേക്ക് തീഷ്ണതയോടെ ചാടിപ്പുറപ്പെട്ട സക്കേവൂസിനെ നമുക്ക് ഓർക്കാം. അവൻ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുവിനെ ഒന്ന് കാണണം. യേശുവിനെ കാണാൻ അവൻ തീവ്രമായി അഭിലഷിച്ചു. അവൻ്റെ ദർശനത്തിന് വേണ്ടി കൊതിച്ചു. അവൻ യേശുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ യേശുവിനെ കാണാൻ അവന് കഴിഞ്ഞില്ല. അവൻ പിന്മാറിയില്ല. എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കണ്ടേ തീരൂ എന്ന് അവൻ നിർബന്ധ ബുദ്ധിയോടെ മുന്നോട്ടോടി മരത്തിൽ കയറി സ്ഥാനം പിടിച്ചു. ഇന്ന് കർത്താവിൻ്റെ ദർശനത്തിന് വേണ്ടി വന്നിരിക്കുന്ന നാം യേശുവിനെ കാണണം, അവൻ്റെ അനുഗ്രഹം നേടിയെടുക്കണം. ദൈവദൂതനോട് മല്ലടിച്ച യാക്കോബിനെ നമുക്ക് ഓർക്കാം. എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് ആ ദൈവദൂതനോട് പറഞ്ഞു. ഇന്ന് സ്നേഹത്തോടെ നിർബന്ധ ബുദ്ധിയോടെ നമുക്ക് തമ്പുരാനോട് പറയാം, എന്നെ നീ ആശീർവദിച്ചാലല്ലാതെ ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് പോവുകയില്ല, ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ സൗഖ്യപ്പെടുത്തിയാൽ അല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് പോവുകയില്ല. നീ എന്നെ അഭിഷേകം കൊണ്ട് നിറച്ചാലല്ലാതെ ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയില്ല, ഞാൻ നിന്നെ വിടുകയുമില്ല. നിർബന്ധ ബുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയെ എനിക്ക് കാണണം, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം, അങ്ങയുടെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണം. അങ്ങയുടെ അനുഗ്രഹം ലഭിച്ചാലല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയുമില്ല. തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സക്കേവൂസിനെ പോലെ നമുക്ക് കാത്തിരിക്കാം അവന്റെ ദർശനത്തിന് വേണ്ടി. സക്കേവൂസിന്റെ അടുത്തേക്ക് വന്ന് യേശു ആരും പറയാതെ മുകളിലേക്ക് നോക്കി. സക്കേവൂസ് യേശുവിനെ വിളിച്ചില്ല. സക്കേവൂസ് മുകളിലുള്ള കാര്യം യേശുവിനോട് ആരും പറഞ്ഞില്ല. പക്ഷെ തന്നെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സക്കേവൂസിന്റെ ഹൃദയ വിചാരങ്ങൾ യേശു അറിഞ്ഞു. ഇന്ന് യേശുവിനെ കാണാനായി വന്നിരിക്കുന്ന നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അവൻ അറിയുന്നു. ഏത് മരത്തിന്റെ മുകളിൽ നാം കയറി ഒളിച്ചാലും, എവിടെ നാം ഒളിച്ചിരുന്നാലും നമ്മുടെ ഹൃദയങ്ങളെ അവൻ പൂർണ്ണമായും അറിയുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നമ്മുടെ ഹൃദയത്തിലെ ആശങ്കകളെയും അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും അവൻ അറിയുന്നു. അവൻ അറിയാത്തതായി ഒന്നുമില്ല. സ്നേഹപൂർവം അവൻ സക്കേവൂസിനെ വിളിച്ചു. സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്നോടൊപ്പം ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു നോക്ക് കാണുവാൻ മാത്രമാണ് സക്കേവൂസ് യേശുവിന്റെ പക്കലേക്ക് പോയത്. എന്നാൽ യേശുവിനെയും കൊണ്ടാണ്
സക്കൈവൂസ് തിരിച്ച് വീട്ടിലേക്ക് കയറിയത്. ഇന്ന് യേശുവിനെ ഒരു നോക്ക് കാണാൻ, അവന്റെ ഒരു വാക്ക് കേൾക്കാൻ, അവന്റെ അഭിഷേകം ഒന്ന് തൊട്ടറിയാൻ നാം വന്നു. എന്നാൽ നമ്മോടൊപ്പം നമ്മുടെ യേശു, നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മുടെ വീടുകളിലേക്ക് വരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നോക്ക് കാണുവാനായി അവന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന നമ്മോടൊപ്പം അവനും വരണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അവൻ കടന്നു വരും, നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന് സക്കൈവൂസിനോട് പറഞ്ഞ യേശു നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് വന്ന് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറയാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീഷ്ണതയോടെ കരങ്ങൾ ഉയർത്താം. ഒരു ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം. അങ്ങയെ ഞാൻ കാണണം. അങ്ങയുടെ അഭിഷേകം എനിക്ക് വേണം. അങ്ങനെ അനുഗ്രഹിച്ചാലല്ലാതെ അങ്ങയെ ഞാൻ വിടില്ല. അങ്ങനെ സൗഖ്യപ്പെടുത്തിയാലല്ലാതെ അങ്ങയെ ഞാൻ വിടില്ല. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ പോവുകയില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കണ്ണീരോടെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം അവൻ ഇന്ന് വരണം. അവന്റെ അനുഗ്രഹം കിട്ടിയാലല്ലാതെ അവനെ നാം വിടരുത്. അവന്റെ സന്നിധിയിൽ നിന്ന് നാം എഴുന്നേറ്റ് പോവുകയും വരുത്. നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിനക്ക് സ്തുതി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. വചനത്തിന്റെ അഭിഷേകം നൽകണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാണനാഥൻ നീൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമെൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥ. തീഷ്ണതയോടെ നമുക്ക് വിളിക്കാം. പ്രാണനാഥൻ വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വാവാ യേശുനാഥ. വാവാ സ്നേഹനാഥ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയ തേടിയിടും സ്നേഹമേ നീ. വിശ്വാസത്തോടെ യേശുനാഥ. വാവാ യേശുനാഥ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നവരുടെ ആവശ്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കാം. തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച സക്കൈവൂസിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയ കർത്താവ് ഇതാ നമ്മുടെ പക്കലേക്ക് നോക്കുന്നു. നമ്മെ ഓരോരുത്തരെയും നോക്കുന്നു. സക്കൈവൂസ് വിളിച്ചില്ല, ആരും പറഞ്ഞില്ല, എന്നിട്ടും തമ്പുരാൻ നോക്കി. സക്കൈവൂസിന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ മനസ്സിലാക്കിയ കർത്താവ് സക്കൈവൂസിന്റെ പക്കലേക്ക് നോക്കുകയാണ് ഉണ്ടായത്. ഇന്ന് തമ്പുരാന്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലെ എല്ലാ വേദനകളും, എല്ലാ ആശങ്കകളും, ആകുലതകളും, ആവശ്യങ്ങളും നമ്മുടെ കർത്താവ് തിരിച്ചറിയുന്നു.
നാം വിളിക്കാതെ തന്നെ നമ്മുടെ പക്കലേക്ക് നോക്കുന്നു. സ്നേഹപൂർവം നമ്മെ വിളിക്കുന്നു, ഇറങ്ങി വരാൻ വിളിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പുകളിൽ ഇരിക്കുന്നവരാകാം നാം, പാപത്തിൻ്റെ കൊമ്പുകളിൽ ഇരിക്കുന്നവരാകാം നാം, ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നവരാകാം നാം. നമ്മുടെ തമ്പുരാൻ നമ്മെ സ്നേഹപൂർവ്വം വിളിക്കുന്നു, നീ ഇറങ്ങി വാ, നീ ഇറങ്ങി വാ. നീ ഇപ്പോൾ ആയിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ, പാപത്തിൻ്റെ, അകൽച്ചയുടെ അവസ്ഥകളിൽ നിന്നും നീ ഇറങ്ങി വാ. ഞാൻ നിന്നോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നോടൊപ്പം നിന്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോടുകൂടെയാണ്. ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിലാണ്. എത്രയോ വലിയ ഭാഗ്യം, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത ഭാഗ്യം. സർവശക്തനായ തമ്പുരാനെ കാണുവാൻ പോയവൻ ആ തമ്പുരാനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇന്ന് തമ്പുരാനെ ദർശനത്തിന് വേണ്ടി വന്നിരിക്കുന്ന നാം എല്ലാവരും തമ്പുരാന്റെ കരങ്ങളിൽ സുരക്ഷിതരായി നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങും. സക്കേയൂസിനുണ്ടായിരുന്നത് പോലുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടായാലും മതി. ആ ആഗ്രഹം ഒന്ന് മതി. അവനിന്ന് നമ്മോടൊപ്പമായിരിക്കും. ഇന്ന് അവൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരും. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ തമ്പുരാൻ നമ്മുടെ ഭവനങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ രക്ഷ കണ്ടെത്തും. നാം രക്ഷ കണ്ടെത്തും, നാം സൗഖ്യം കണ്ടെത്തും, നാം ശാന്തി കണ്ടെത്തും, സന്തോഷം കണ്ടെത്തും, സമാധാനം കണ്ടെത്തും. മനുഷ്യന് വർണ്ണിക്കാനാവാത്ത സന്തോഷം, വാക്കുകളിൽ ഒതുങ്ങി നിൽക്കാനാവാത്തത്രയും സമാധാനം, ശാന്തി നാം ഇന്ന് അനുഭവിക്കാൻ പോകുന്നു. ആ സർവശക്തനായ ദൈവത്തെ കണ്ണീരോടെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, തീക്ഷ്ണതയോടെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. പിന്മാറാതെ സക്കേവൂസിനോട് പോലെ ഞാൻ തമ്പുരാനെ കണ്ടിരിക്കും, അവന്റെ ദർശനം എനിക്ക് വേണം എന്ന ഉറച്ച തീരുമാനത്തോടെ യേശുവിന്റെ ദർശനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എളിമയോട് നമുക്ക് കരങ്ങൾ ഉയർത്താം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികളെ സമർപ്പിക്കാം, കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം, രോഗങ്ങളെ സമർപ്പിക്കാം. സക്കേവൂസിനെ പോലെ ദർശനത്തിന് വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ കനിണമേന്ന് പ്രാർത്ഥിക്കാം. ആ കർത്താവ് നമ്മെ വിളിക്കുന്നു, ഇറങ്ങി വരാൻ വിളിക്കുന്നു. അവനോടുകൂടെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അവനെയും കൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് പോകാം. അവൻ നമ്മോടൊപ്പം വരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവേ, ജനത്തിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഈ ജനത്തിന്റെ പാപങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, രോഗങ്ങളിൽ നിന്ന് വിമുക്തി നൽകണമേ. കർത്താവേ, ശക്തി നൽകണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. വചനത്തിന്റെ അഭിഷേകം നൽകണമേ. ആത്മാവും ജീവനുമായ വചനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കണ്ണീരോടെ പ്രാർത്ഥിക്കുവേൻ, കണ്ണീരോടെ പ്രാർത്ഥിക്കുവേൻ. ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവേൻ. സർവശക്തനായ ദൈവം ഇതാ അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. നമ്മോടൊപ്പമായിരിക്കാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. നീ ഇറങ്ങി വാ എന്ന് നമ്മെ വിളിക്കുന്നു. യേശുവിന്റെ വിളി കേട്ട് അവനോടൊപ്പമായിരിക്കാം. അവന്റെ മക്കളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പാപത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നടക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുക കൊതിയായിടും നീ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുക കൊതിയായിടും നീ. തമ്പുരാന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സക്കേവൂസിനോട് ഇറങ്ങി വരുവാൻ കൽപ്പിച്ച യേശു അവനോടൊപ്പം അവന്റെ ഭവനത്തിലേക്ക് പോയി. ഇന്ന് നമ്മോടും ഇറങ്ങി വരുവാൻ അവൻ
താല്പര്യപ്പെടുന്നു, നമ്മെയും വിളിക്കുന്നു. തമ്പുരാൻ്റെ പക്കലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കിറങ്ങാം. അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നും നമുക്കിറങ്ങാം. പാപത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് നമുക്കിറങ്ങാം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ തമ്പുരാൻ നമ്മുടെ ഭവനത്തിൽ അതിഥിയായിരിക്കും. ഈ വലിയ ഭാഗ്യത്തിന് വേണ്ടി, ഈ വലിയ അനുഗ്രഹ നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ആ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വിശ്വാസത്തോടെ ഉള്ളിൽ പ്രാർത്ഥനയായി നമുക്ക് കാത്തിരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളെ അനുഗ്രഹിച്ച ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തി